ഹായ് ഗായ്സ്, ഇന്ന് നവംബർ 14. എന്താണ് നവംബർ 14ന്റെ പ്രത്യേകതകൾ? ഇന്ത്യയിൽ ഇന്ന് ശിശുദിനമായിട്ട് ആചരിക്കുന്നു. ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കുമെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരെ വളർത്തുന്ന രീതി രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കും എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം രാജാജി, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ത്യയെ ശിശുദിനമായി ആചരിക്കുന്നത്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ചാച്ചാജി. നവംബർ 14 ലോക പ്രമേഹ ദിനം കൂടെയാണ്. ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷനും കൂടി ചേർന്നാണ് ലോക പ്രമേഹ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. 1922 ഫ്രെഡറിക് ബാൻഡിങ്, ചാൾസ് ബസ് എന്നിവർ പ്രമേഹ രോഗ ചികിത്സയ്ക്കുള്ള ഇൻസുലിൻ കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു. ഇതിന്റെ ആദരസൂചകമായാണ് ഫ്രെഡറിക് ബാൻഡിങ്ങിന്റെ ജന്മദിനമായ നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 1991 മുതലാണ് എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഓരോ 8 സെക്കൻഡിലും ഒരു പ്രമേഹ രോഗി മരണമടയുന്നു എന്നത് വളരെ ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. അർബുദത്തോളം മാരകമായ ഒരു രോഗമായി തന്നെയാണ് ആഗോളതലത്തിൽ ഇന്ന് പ്രമേഹത്തെ കണക്കാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ജീവിതശൈലിയെ നിയന്ത്രിച്ച് നമുക്ക് പ്രമേഹത്തെ ഒഴിവാക്കാൻ കഴിയും. 2025 ലോക പ്രമേഹ ദിന പ്രമേയം ഡയബറ്റിസ് അക്രോസ് ഓൾ ലൈഫ് സ്റ്റേജസ്, ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള പ്രമേഹം എന്നതാണ്. പ്രമേഹത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ നമുക്ക് കഴിയുന്നതൊക്കെ നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരാം. അതുവരേക്ക് ബൈ.